സൗന്ദര്യത്തിന്റെ ഹൃദയഭൂമിയിലാണ് ബോട്ട് റൈഡർ എത്തി നിൽക്കുന്നത്. അധ്വാനിക്കുന്നവന്റെ വിയർപ്പലിഞ്ഞ് ഭൂമിക്കുപ്പായ കേരളത്തിന്റെ നെല്ലറ. കടലും കായലും കൃഷിയും കയറും അതിനോട് ബന്ധപ്പെട്ട ഒട്ടനേകം തൊഴിലുകളും ഒക്കെ കൊണ്ട് അടയാളപ്പെടുന്ന മണ്ണ്. കരിനിലങ്ങളുടെ ആലപ്പുഴ, കടലിന്റെ ആലപ്പുഴ. ഞാറ്റുപാട്ടും തേക്കുപാട്ടും പിന്നെ സമര പാരമ്പര്യങ്ങളുടെ ഉൾക്കനം പേറുന്ന വിപ്ലവ ഗീതകങ്ങളും പശിമയിട്ട ആലപ്പുഴ. കോൺഗ്രസും നിർണായക ശക്തിയായ ദേശം. ആലപ്പുഴയിൽ ആകെ 9 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, പിന്നെ അപ്പുറത്ത് കുട്ടനാട്, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ എന്നിങ്ങനെ. ഈ 9-ൽ 8 കഴിഞ്ഞ തവണ ഇടതിനൊപ്പമായിരുന്നു, ചുവന്നു. ഇത്തവണ അങ്ങനെ തന്നെ നിലനിൽക്കുമോ അതോ മാറി മറിയുമോ എന്നതാണ് ചോദ്യം. ആലപ്പുഴ മൊത്തത്തിൽ എങ്ങനെയായിരിക്കും? LDF ആയിരിക്കും. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ആയിരിക്കും. പിണറായി വീണ്ടും വരുമോ? ഇല്ല 100% വരത്തില്ല. ആരായിരിക്കും വരിക? ഇവിടെ കോൺഗ്രസ് സർക്കാർ. ആരാണ് ഇത്തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുന്നത്? കോൺഗ്രസ് ജയിച്ചു കഴിയുമ്പോൾ ആരാണെന്ന് അവർ തീരുമാനിക്കും. LDFന് വരുമെന്ന് തോന്നുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ. താമര വിരിയോ ഇത്തവണ? പാലക്കാട് പാലക്കാട് വിരിയാൻ സാധ്യത. വിരിഞ്ഞേക്കും. ജി സുധാകരന്റെ നമ്മുടെ മണ്ഡലത്തിന്റെ അവസ്ഥ എന്താ? ഇവിടെ ജി സുധാകരനെ അയാള് നല്ല മനുഷ്യനായതിന്റെ പേരിലാണ് അത് എല്ലാരും പുള്ളിയുടെ കൂടെ നിൽക്കുന്നത്. ഇത്തവണ പുള്ളിക്ക് ഒരു സാധ്യതയുണ്ട്. സാധ്യത എന്നുള്ളതാണ് മെയിനായിട്ട്. ഒരു 90% ആൾക്കാരും. പിന്നെ പുള്ളി ഇവിടെ ഒരു ഇത്രയും 10-65 കൊല്ലം കൊണ്ട് ഈ ഇടതുപക്ഷത്തിന് വേണ്ടി കുസ്തി പിടിച്ചൊരു വ്യക്തി ഇപ്പൊ പെട്ടെന്ന് മാറി അദ്ദേഹത്തിന്റെ ആ മനസ്സിന്റെ ഇതായിരിക്കും മാറി പെട്ടെന്ന് ഇതിനകത്ത് മാറാൻ ആ ഒരു വേദനയ്ക്കൊപ്പമാണ് ചേട്ടൻ. ഈ സുധാകരൻ ഒറ്റക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറയുന്നൊരു കുഴപ്പമില്ലായിരുന്നു. പുള്ളി ആദ്യം കോൺഗ്രസ് കോളെ കയറി, ഇപ്പൊ BJPയുടെ പിന്തുണയുണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പൊ അങ്ങനെയുള്ളൊരു പക്ഷെ സ്വന്തമായിട്ട് എനിക്കായിരുന്നെങ്കിൽ നമുക്ക് ആള് കൊള്ളാം, പക്ഷെ ഒരു വ്യക്തിത്വം കളഞ്ഞു അല്ലേ? നമ്മള് സാറേ ഇപ്പോഴും വിളിക്കുന്നത് കൊണ്ടാ, വേറൊന്നും വിളിക്കാത്തത് കൊണ്ടാ. LDF ഇന്ന ആള് ഈ ഒരു കൊല്ലം മാറി നിൽക്കണം, അല്ലെ തലമുറയ്ക്ക് കൊടുക്കണം സീറ്റ് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കേണ്ട അവകാശമല്ലേ? വേണ്ടാന്ന് വെച്ചിട്ടില്ലല്ലോ. ഇഷ്ടം പോലെ മന്ത്രിയായി, MLA ആയി. അങ്ങനെ ആയ ഒരാൾക്ക് ഈ സീറ്റ്, ഈ പ്രാവശ്യം സീറ്റിൽ നിൽക്കണ്ട. 85 വയസ്സായില്ലേ, ഇനി അടുത്ത പുതിയ തലമുറക്ക് കൊടുക്കണ്ടേ? ഇതിനു മുമ്പ് സുധാകരൻ വോട്ട് ചെയ്തിട്ടുള്ള ആളാണോ? ആദ്യമായിട്ടാ ചേട്ടൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സുധാകരൻ വോട്ട് കൊടുത്ത ആളാണോ? ഇപ്പൊ ഇത്തവണ ആദ്യമായിട്ട് കൊടുക്കാൻ പോവാണ്. സുധാകരൻ ജയിക്കും. ഉറപ്പാണ്. ഞാൻ കോൺഗ്രസ്സുകാരനാ, ഞാൻ സുധാകരനെ വോട്ട് ചെയ്തോളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയത്തിനൊപ്പം വന്നുകൊണ്ട് അല്ലേ? ഈ ഇലക്ഷനോട് പിണറായി തീർന്നു. മുഖ്യമന്ത്രിയുടെ ഈ സംഭാഷണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വെറുതെ വെറുപ്പിക്കുക. മുഖ്യമന്ത്രിയുടെ ഈ സംഭാഷണം ചെറ്റെന്ന് വിളിക്കുകയും ചാനലുകാരോട് എന്ന് പറയും, നിങ്ങൾ വീട്ടിൽ ചെന്ന് ചോദിക്കുന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു മുഖ്യമന്ത്രി ചോദിച്ച വർത്തമാനം. ഇനി വരാൻ പോകുന്നത് ആരുടെ യുഗമാ? ഇനി ആരുടെ യുഗം? കോൺഗ്രസിന്റെ യുഗം. UDF ജയിക്കും. പിന്നെ 40-20 ചേട്ടൻ പറഞ്ഞ UDF ജയിക്കും. പുള്ളി പറയാൻ 100 സീറ്റും UDF കഴിക്കും. പക്ഷെ ഗൗരിയമ്മയുടെ അവസ്ഥയാകത്തുള്ളൂ. സലാമിന് കഴിഞ്ഞ തവണത്തെ പോലെ എളുപ്പമല്ല അല്ലേ? എളുപ്പമല്ല. എന്നാൽ അത്ര മത്സരം നടക്കുന്നുണ്ടോ? നല്ല മത്സരമാണ്. അല്ല, ഒരാളുടെ സൗന്ദര്യം വിൽപ്പന ചെറുക്കാക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ ആരോപണമാണ്. ആരോപണം തന്നെ, അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നും ചെയ്യാൻ അയാളെ പീഡന കേസിൽ പ്രതിയാക്കുകയല്ലേ? അയാൾ ഒന്നും ചെയ്യാതൊന്നും ഇരുന്നിട്ടില്ല. ചെയ്തിട്ടുണ്ട്, എന്നാലും കേസ് വല്ലതും ഉണ്ട് അതിന്. പിന്നെ പരാതിക്കാരുണ്ട്, 3 പരാതിക്കാരുണ്ട്. കോടതി എല്ലാം വെറുതെ വിട്ടില്ല. ഇല്ല, പോരല്ലോ, വെറുതെ വിട്ടില്ല. ഇടതിന്റെ കോട്ടയിൽ ക്രമേണ വോട്ടുയർത്തുന്ന BJP, BDJSന്റെ സാന്നിധ്യം, വെള്ളാപ്പള്ളി നടേശന്റെ സ്വാധീനം, കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ മണ്ഡലവും സ്വന്തം തട്ടകവും. എല്ലാത്തിലും അപ്പുറം കഴിഞ്ഞ 6 പതിറ്റാണ്ട് താൻ നെടുനായകത്വം വഹിച്ച ചെങ്കൊടി പ്രസ്ഥാനത്തോട് കലഹിച്ച് ത്രിവർണം പുതച്ച ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം. പ്രവചനാതീതമാണ് ഇത്തവണ ആലപ്പുഴ. എന്താ അവസ്ഥ? ഇത്തവണത്തെ ഒരു ഹാൽ എങ്ങനെയാണ്? ലൈവല്ല പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ആർക്കും ഒരു മുൻതൂക്കമുള്ള ആർക്കാ? കാരണം രണ്ടുപേരും CPM-കാരാണ്. ആശയക്കുഴപ്പമുണ്ടോ? ആശയക്കുഴപ്പത്തില്ല, ജനം 100% ആശയക്കുഴപ്പമുണ്ട്. ഇവിടെ സലാം വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഇവിടുത്തെ സാഹചര്യം LDFന് അനുകൂലമാണ്. സലാം വൻ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ ഓണത്തിന്റെ ഇരട്ടി ഭൂരിപക്ഷത്തോളം
പിടിച്ച് ഏകദേശം 22,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷത്തിൽ എച്ച് സലാം ജയിക്കും. സഖാവായി നിന്ന വി സുധാകരൻ സ്വന്തം അനിയനെ കൊന്ന പാർട്ടിക്കകത്ത് പോയെന്നുള്ളതാണ്. ഇത്ര നാളെ LDF നിന്ന് വെച്ച് LDF പോയപ്പോ അതൊരു പാർട്ടിക്കൊരു ക്ഷീണമാണ്. ആണല്ലേ? പുള്ളി കോൺഗ്രസിലെടുത്ത കോൺഗ്രസ്സുകാർക്ക് എതിർപ്പുണ്ട്, മാസ്റ്റർ പാർട്ടിക്കാർക്കും എതിർപ്പുണ്ട്. പിന്നെ പുള്ളി പറയുന്നത് BJP-ക്കാരെ മാസ്റ്റർ പാർട്ടിയുടെ വോട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. വി സുധാകരൻ പറഞ്ഞിരിക്കുന്ന BJP-യുമായിട്ട് ഡീലുണ്ടെന്നല്ലേ പറഞ്ഞു. ഇവിടെ BJP-യുമായിട്ട് ഡീല് കോൺഗ്രസിന്റെ പിന്തുണ. ഡീലുണ്ടെന്ന് പറഞ്ഞില്ല, 5000 വോട്ട് കിട്ടും. 5000 ഡീലല്ലേ? സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുധാകരൻ സാറ് 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആലപ്പുഴ അമ്പലപ്പുഴ നിയോജകമണ്ഡലത്തിൽ നിന്നും ജയിക്കുന്നതായിട്ട് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഈ പാർട്ടി അനുഭാവികൾക്കൊക്കെ വ്യക്തിപരമായ ഒരു സങ്കടം തോന്നുന്നുണ്ടോ ഈ ഒരു തീരുമാനത്തിൽ? പുള്ളി ഇപ്പൊ കോൺഗ്രസ് ആൾക്കാർ ഓടി. കാരണം എന്താ പറയാ, ഇവിടെ അതുപോലുള്ള വികസനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളി അത് ചെയ്യും. ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ച് സലാമിനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു 2 ട്രെൻഡായിട്ട് നടക്കുക. ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ എങ്കിലും സലാമിന് പ്രതീക്ഷ പറയുന്നുണ്ട്. എന്നാൽ ജി സുധാകരനും പൊതുവെ അഭിപ്രായം പറയുന്നുണ്ട്. വെളിച്ചം മങ്ങി, തെരുവുവിളക്കുകൾ തെളിഞ്ഞു. പക്ഷേ തെരുവിൽ രാഷ്ട്രീയം തിളച്ചൊഴുകുന്ന ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം ബാലറ്റ് റൈഡർ യാത്ര തുടരുകയാണ്. അക്ഷരനഗരിയുടെ തെരഞ്ഞെടുപ്പ് സ്പന്ദനങ്ങൾ അറിയാൻ ബാലറ്റ് റൈഡർ നാളെ കോട്ടയത്ത്. ബൈ.